സൗമിന്റെ മോളില്ല അവക്കൊരു ചെറുക്കുണ്ട്. അവർ ഫുൾ ടൈം കമ്പനിയാ. സൗമി വീട്ടിലില്ലാത്തേരോ ആ സൗമിന്റെ മോളില്ല ആ ചെറുക്കനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തു. തന്നെ ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. ഞാൻ ഇവിടേക്ക് വന്നാൽ മാത്രമേ എനിക്ക് എല്ലാം അറിയാൻ പറ്റൂ. നീയല്ലേ എനിക്കെല്ലാം പറഞ്ഞു തരുത്ത്. പിന്നെ എല്ലാം ഇനി ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കും, നോക്കിക്കോ. ഞാൻ ഇനി ഇങ്ങോട്ട് വരാം. അപ്പം നീ എല്ലാ കാര്യം കണ്ടുപിടിക്കണേ. ആ സൗമിൻ്റെ മോള് ഇപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത് നീ നോക്കിയാട്ടെ. സൗമി ഇപ്പോൾ വീട്ടിലുണ്ടാ? നീ ഒന്ന് നോക്കി നോക്കിയാ. ഞാൻ ജനക്കൂട്ടം നോക്കട്ടെ. ഇടി ഇടി നീ അറിഞ്ഞ സൗമി ഇപ്പം വീട്ടിലില്ല. ആ ചെക്കനുമായിട്ട് എന്തോ ചെയ്യുന്ന തന്നെ. എന്നാൽ പിന്നെ നമുക്ക് സൗമിനോട് പറഞ്ഞിട്ടാണ് കാര്യം. അവൾ വീട്ടിലേക്ക് വരട്ടെ അല്ലേ? ശരി, നമുക്ക് അവൾ വരട്ടെ. എന്നിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം അവരെ ഒളിച്ചു കളി. കുറേ ദിവസം ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയണോ വിചാരിച്ച നീ വന്നിട്ട് പറയാമെന്ന് വിചാരിച്ച. നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് പറയാം കേട്ടോ. അവളോട് അപ്പോൾ സൗമിൻ്റെ മൂക്ക് നല്ലോണം അടി കിട്ടണം. ചോരെടുത്തിട്ട് അടിക്കും. ശരി, നമുക്ക് നല്ലോണം പറഞ്ഞു കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒന്നും പോകില്ല, ഞാൻ രാത്രിയേ പോകത്തുള്ളൂ. ശരി, അവളെ അവിടെ വരട്ടെ, നമുക്ക് പറഞ്ഞു കൊടുക്കാം. എടി സൗമ്യ എത്തി അവിടെ, നമുക്ക് പറഞ്ഞു കൊടുക്കാം. എത്തിയവാ, നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇടി സൗമ്യ അവിടെ ഇരിക്കുന്നുണ്ട് കസാലിൽ, വാ പോവാ. സൗമി ഇതാര്, വാ കേര്. എടി എനിക്ക് നിന്റെ മോളെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടാ. എൻ്റെ മോളെ പറ്റിയിട്ടോ? ശരി, വാ കേര്. ശരി. ഒന്നും പറയണ്ടടി. നിന്റെ മോളില്ലേ, നീ എവിടെയെങ്കിലും പോയാലേ നിന്റെ മോളില്ല ഒരു ചെറുക്കനായിട്ട് ഫുൾ ടൈം കമ്പനി ആടി. നീ ഇതൊന്നും അറിയുന്നില്ലേ? എൻ്റെ വീട്ടിൽ ക്യാമറ ഇല്ല, അതിൽ നോക്കിയാൽ കാണില്ലേ? നിന്റെ മോളും ഒരു വേറെ ചെറുക്കനും കൂടി ഫുൾ ടൈം കമ്പനിയാ. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ജനലിൽ നോക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാടി. എന്താ ഫുൾ ടൈം കമ്പനിയാണ് നിന്റെ മോളും പിന്നെ ഏതോ ഒരു ചെറുക്കനും. എന്ത് ദൈവമേ, ശരിക്കും ഞാനിതൊന്നും അറിയില്ലല്ലോ. നിനക്ക് ആദ്യം എന്നോട് പറഞ്ഞാൽ മതിയില്ലായിരുന്നോ? ഞാൻ അവൾക്ക് നല്ലോണം കൊടുക്കത്തില്ലായിരുന്നോ? അത് എന്ന് പറയാന്ന് വെച്ചാൽ ഇവളിന്ന് എൻ്റെ വീട്ടിൽ വന്നേ. അപ്പോൾ നീയും പിന്നെ നിൻ്റെ മോളും പിന്നെ ഏതോ ഒരു ചെറുക്കനായിട്ട് ഭയങ്കര കമ്പനിയാന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു ഇവളോട്. അപ്പോൾ ഇവളെ എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് സൗമ്യനോട് പറഞ്ഞിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി ഇങ്ങോട്ട് വന്ന്. അങ്ങനെ അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അവൾ വീട്ടിലേക്ക് വരട്ടെ. അല്ല, നിന്റെ മോളെവിടെ? ചിലപ്പോൾ ആ ചെറുക്കൻ്റെ കൂടെ കറങ്ങാൻ പോയതാറ്റാ. കറങ്ങാൻ? അവളെന്നോട് പറഞ്ഞത് മറ്റേ മിന്നുമില്ല, മറ്റേ രജിതാൻ്റെ മറ്റേ മിന്നുമില്ല, അവൾ ബർത്ത്ഡേ ആറ്റാ. എനിക്ക് അറിഞ്ഞൂടെ ഇന്ന ബർത്ത്ഡേ. അവളെന്നോട് പറഞ്ഞു അവളെ ബർത്ത്ഡേ. ഞാൻ ബർത്ത്ഡേ പാർട്ടിക്ക് പോട്ടെ എന്നിട്ട് അവൾ പോയി. എപ്പാ തിരിച്ചു വരുക? അവളെന്നോട് പറഞ്ഞ വൈകുന്നേരം ആവുന്ന. ഞാൻ അവൾ വീട്ടിലിട്ട് ഞാൻ അവൾക്ക് നല്ലോണം കൊടുക്കും. ചൂലല്ല, ചാമ്പക്ക മരത്തിൻ്റെ ബടി മുറിച്ചിട്ട് ഒറ്റൊരടി കൊടുക്കും അവൾക്ക് ഞാൻ. എന്നാൽ പിന്നെ ശരി, നമ്മൾ പോട്ടെ. നമ്മൾ ഇത്ര കണ്ടിട്ടുള്ളൂ. ഇനി അവൾ ചെറുക്കനായിട്ട് എന്തെങ്കിലും കമ്പനി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് വന്ന് പറയാം. ഓക്കെ, ശരി, ബാടി പോവാ. എന്നാൽ ശരി. ഇനി എന്തെങ്കിലും അവൾ ആ ചെറുക്കനായിട്ട് കമ്പനി ഉണ്ടെങ്കിൽ നീ എന്നോട് വന്ന് പറയാം കേട്ടോ. ഓക്കെ, ശരി. ഇടി വൈകുന്നേരമായില്ല. ആ സൗമ്യൻ്റെ മോള് വന്നു നോക്കിയാ. നോക്കട്ടെ. വന്നു എന്തോ ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ബാ നോക്കാം. ഇനി ആ ചെറുക്കൻ്റെ കൂടെ പോവോന്ന്? ഇല്ല നമ്മെ പോവില്ല. ഇല്ല, ജീവിതത്തിൽ പോവില്ല. ഞാൻ ബ്രേക്കപ്പ് ആവാ. ഇനിയാറ്റ നീ ആ ചെറുക്കൻ്റെ കൂടെ പോയി എൻ്റെ പല്ലടിച്ച് കഴിച്ചോളൂ കേട്ടാ. ആ മൊബൈലിങ്ങ ഇനി നീ മൊബൈൽ ഉപയോഗിക്കൂല കേട്ടാ. ഇത് എൻ്റെ കൂടെ വന്നാൽ മതി. ഇത് എൻ്റെ അടുക്ക തന്നെ ഉണ്ടാവും. ഇടി നല്ലോണം അടി കിട്ടിയെന്ന് തോന്നല്ലേ? എന്തൊരാശ്വാസം മനസ്സിൽ.